ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ 46-ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ സെൻസറി ഓർഗൻസ് എന്നാണ് പറയുന്നത്. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC എക്സാമിൽ നിരവധി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ് മൊത്തമായി കാണുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ടിന് നമ്മുടെ ടെലഗ്രാമിൽ കൂടി ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് മക്കളെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ സഹായിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ, ഇതിനെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ സെൻസറി ഓർഗൻസ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. ഒന്നാമത്തെ കണ്ണ്, രണ്ടാമത്തെ ചെവിയാണ്, മൂന്നാമത്തത് മൂക്കാണ്, നാലാമത്തത് നാക്ക്, അഞ്ചാമത്തത് ത്വക്ക്. അങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൻസറി ഓർഗൻസ് ആണ്, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാം. അതായത് ചുറ്റുപാടുകളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ സഹായിക്കുന്ന അവയവങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം പഠിക്കുന്നത് കണ്ണിനെ കുറിച്ചാണ്. അപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഇത് മാത്രം മതി. അത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ക്വസ്റ്റ്യൻ പോൾ ഉൾപ്പെടെ നമ്മുടെ ടെലഗ്രാമിലുണ്ടാവും. PDF നോട്ടും അതും വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ദ്രിയാനുഭവത്തിൻ്റെ 80% പ്രദാനം ചെയ്യുന്നത് ഏത് അവയവമാണെന്ന് ചോദിച്ചാൽ അത് കണ്ണാണ്. ഓക്കെ, അപ്പോൾ ഇന്ദ്രിയാനുഭവത്തിൻ്റെ 80% പ്രദാനം ചെയ്യുന്നത് ഏത് അവയവമാണ്? കണ്ണാണ്. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? കണ്ണ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കണ്ണുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 80%-ഓളം ഇന്ദ്രിയ അനുഭവം പ്രദാനം ചെയ്യുന്നത് കണ്ണാണ്. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യ അവയവം ഏതാണെന്ന് ചോദിച്ചാലും അതും ഏത് തന്നെയാണ്? കണ്ണ് തന്നെയാണ്. കണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. കണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ഒഫ്താൽമോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്റ്റഡി ഓഫ് ഐ അല്ലെങ്കിൽ കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി. പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ കണ്ണിൻ്റെ ആകൃതി ഗോളാകൃതി ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ കണ്ണിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ഗോളാകൃതിയാണ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. PYQ ഒക്കെ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ണിലെ ലെൻസ് ഏതാണ്? കണ്ണിലെ ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ കോൺവെക്സ് കണ്ണ്. കോൺവെക്സ് കണ്ണ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ കണ്ണിലെ ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് കോൺവെക്സ് ലെൻസാന്നുള്ളത് ഓർത്തു വയ്ക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴും പറഞ്ഞതാണ്, കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതാ? ജീവകം A ആണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ A ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഒരിക്കൽ PSC ചോദിച്ച ചോദ്യമായിരുന്നു ഇത്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണെന്നുള്ളത് ഇപ്പോഴും PSC ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ 25 സെൻറ്റിമീറ്റർ ആണ്. 25 സെൻറ്റിമീറ്റർ. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. പുതിയ പിള്ളേരാണെങ്കിൽ എഴുതി വെച്ച് പഠിച്ചോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മളെപ്പോഴും വ്യക്തമായിട്ടിരുന്ന് പഠിക്കാനായിട്ട് നമുക്ക് എന്താണ് ഏകദേശം 25 സെൻറ്റിമീറ്ററിന് ഉള്ളിൽ എന്ത് ചെയ്യുക? ബുക്ക് വച്ചിരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയിലെ കുഴികൾ അറിയപ്പെടുന്നതാണ് നേത്രകോടരം. ഓക്കെ, അപ്പോൾ കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയിലെ കുഴികൾ അറിയപ്പെടുന്നതാണ് നേത്രകോടരം. കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ്. ഓക്കെ, അപ്പോൾ കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ്. നേത്രഗോളത്തിൻ്റെ പാളികളുടെ എണ്ണം ചോദിച്ചേക്കുന്നതാണ്. എത്രയാണ്? 3 എണ്ണമാണ്. നേത്രഗോളത്തിൻ്റെ പാളികളുടെ എണ്ണം എന്ന് പറയുന്നത് 3 എണ്ണമാണ്. കണ്ണിലെ പാളികൾ ദൃഢപടലം, അതേപോലെ തന്നെ രക്തപടലം, അതേപോലെ തന്നെ റെറ്റിന. ഓക്കെ, അപ്പോൾ കണ്ണിലെ പാളികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൃഢപടലം, രക്തപടലം, റെറ്റിന എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി ധൃതപടലം എന്താണ്? ധൃതപടലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളിയാണ് ദൃഢപടലം എന്ന് പറയുന്നത്. അപ്പോൾ ദൃഢപടലം എന്ന് പറയുന്നത് ഏറ്റവും പുറമേ കാണപ്പെടുന്ന കണ്ണിലെ പാളിയാണ് ദൃഢപടലം. നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന ബാഹ്യപാളി ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? ഈ പറയുന്ന ഏതാണ്? ദൃഢപടലമാണ്. അതായത് മക്കളെ നോക്കിയത് ഈ കാണുന്നതാണ് സ്ക്ലീറ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ദൃഢപടലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കണ്ണിന്റെ ഏറ്റവും പുറമെ കാണുന്ന പാളി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇതേ നോക്കിയേ, കണ്ണിന്റെ ഏറ്റവും പുറമെ കാണുന്ന പാളി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് മക്കളെ? അത് ദൃഢപടലമാണ്. നോക്കിയേ, ഇതാണ് നമ്മുടെ കണ്ണെന്ന് പറയുന്നത്. കണ്ണിന്റെ പുറമെ ഏറ്റവും പുറമെ കാണപ്പെടുന്ന ഏതാ? സ്ക്ലീറ എന്ന് പറയുന്നതാണ്. ഇത് കണ്ണിന്റെ മുഴുവനായിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ദേ ഈ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്ക്ലീറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ്? ദൃഢപടലം എന്ന് പറയുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? കണ്ണിന്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്നത് ഏത് പാളിയാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം. അപ്പോൾ കണ്ണിന്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? സ്ക്ലീറയാണുള്ളത് അല്ലെങ്കിൽ ദൃഢപടലം. ഓക്കെ, ഇനി നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന ബാഹ്യപാളി നോക്കി. നമ്മുടെ നേത്രം ഇങ്ങനെ ആ ഒരു ഓവൽ ഷേപ്പിൽ ഇരിക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നതും എന്ത് തന്നെയാ? ഈ പറയുന്ന സ്ക്ലീറ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അത് എന്ത്? നമ്മുടെ നേത്രങ്ങൾക്ക് അല്ലെങ്കിൽ ആ കണ്ണിന് ആകൃതി നൽകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ് കണ്ണിന് ആകൃതി നൽകുന്നത്? അതും എന്ത് തന്നെയാണ്? ഈ പറയുന്ന സ്ക്ലീറ തന്നെയാണ്. അപ്പോൾ സ്ക്ലീറ എന്നുള്ളതും ഓർത്തു വയ്ക്കുക, അതേപോലെ തന്നെ ദൃഢപടലം എന്നുള്ളതും ഓർത്തു വയ്ക്കുക. PSC ഇപ്പോൾ 10th ലെവല് അതേപോലെ തന്നെ +2 ലെവല് ഉള്ള എക്സാമുകൾക്കാണെങ്കിൽ വേണമെങ്കിൽ സ്ക്ലീറ എന്നുള്ളത് ചോദിക്കാതെ ദൃഢപടലം എന്ന് ചോദിക്കും. എന്നാൽ ഡിഗ്രി ലെവൽ എക്സാമിന് ചിലപ്പോൾ സ്ക്ലീറ എന്നാണ് ചോദിക്കത്തുള്ളൂ, അല്ലെങ്കിൽ സ്ക്ലീറ എന്ന് മലയാളത്തിൽ എഴുതി ചോദിക്കും. അപ്പോൾ എങ്ങനെയാണ് ചോദ്യകർത്താവ് നമ്മളെ എന്താണ് ഈ പറയുന്ന വെട്ടിലാക്കുന്നത് എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ ഇംഗ്ലീഷും അതേപോലെ തന്നെ മലയാളവും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? കണ്ണിൻ്റെ പുറമേയുള്ള ഭാഗമാണ്. അതേപോലെ തന്നെ കണ്ണിന് ആ ആകൃതി നൽകുന്ന ഭാഗം ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? സ്ക്ലീറ, അതർവൈസ് നോൺ ആസ് ദൃഢപടലം എന്നാണ് പറയുന്നത്. ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജക്റ്റൈവ, അതായത് നേത്രാവരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൺജക്റ്റൈവയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന കണ്ണിലെ എന്തിനെയൊക്കെ? അതായത് ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്തിരിച്ച് സംരക്ഷിക്കുന്ന സ്ഥലത്തിന് പറയുന്നതാണ് കൺജക്റ്റൈവ അല്ലെങ്കിൽ നേത്രാവരണം. നേത്രാവരണം അതർവൈസ് നോൺ ആസ് കൺജക്റ്റൈവ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നേത്രാവരം അല്ലെങ്കിൽ കൺജക്റ്റൈവ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാം രക്തപടലം. ഓക്കെ, രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ്. കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ, പോഷണം എന്നിവ നൽകുന്ന കണ്ണിലെ മധ്യപാളിയാണ് രക്തപടലം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണിലെ മധ്യപാളിയാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന രക്തപടലം എന്ന് പറയുന്നത്. രക്തപടലം. ഓക്കെ, അപ്പോൾ രക്തപടലം എന്ന് പറയുന്നത് എന്താണ്? അതായത് കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ, പോഷണം എന്നിവ നൽകുന്ന കണ്ണിലെ മധ്യപാളിക്ക് പറയുന്ന പേരാണ് രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ്. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ് പടലം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രക്തപടലം. ഓക്കെ, ഇതാണ് രക്തപടലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക, കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ അതേപോലെ തന്നെ പോഷണം എന്നിവ നൽകുന്ന കണ്ണിലെ മധ്യപാളിയാണ് രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ് എന്ന് പറയുന്നത്. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ് എന്തെന്ന് പറയുന്നത്? രക്തപടലം എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് ദൃഷ്ടിപടലം എന്ന് പറയുന്നത്. ദൃഷ്ടിപടലം അഥവാ എന്താണ്? റെറ്റിന എന്നറിയപ്പെടുന്നത്. ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന എന്നറിയപ്പെടുന്നത്. നോക്കിയേ, ഈ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? റെറ്റിന എന്ന് പറയുന്നത്. ഓക്കെ, റെറ്റിന. ഓക്കെ, അപ്പോൾ റെറ്റിന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് റെറ്റിന എന്ന് പറയുന്നത്. ഓക്കെ, റെറ്റിന. ഓക്കെ, അപ്പോൾ എന്താണ് റെറ്റിന എന്ന് പറയുന്നത്? അതായത് ദൃഷ്ടിപടലത്തെയാണ് റെറ്റിന എന്ന് പറയുന്നത്. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് എന്തെന്ന് പറയുന്നത്? ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന എന്നറിയപ്പെടുന്നത്. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ആന്തരപാളിയിലെ ഭാഗമാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന. റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത
യഥാർത്ഥവും അതേപോലെ തന്നെ തലകീഴതായതും ആയിരിക്കും. അപ്പോൾ റെറ്റിനയാണിത്. അപ്പോൾ റെറ്റിനയിലുണ്ടാകുന്ന പ്രതിബിംബം എന്ന് പറയുന്നത് യഥാർത്ഥവും അതേപോലെ തന്നെ തലകീഴായിട്ടുള്ളതുമായിരിക്കും എന്തെന്ന് പറയുന്നത്, റെറ്റിനയിലുണ്ടാകുന്ന പ്രതിബിംബം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ റെറ്റിനയെ കുറിച്ച് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന എന്ന് പറയുന്നത്. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ദൃഷ്ടിപടലം. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ആന്തരപാളിയിലെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, ദൃഷ്ടിപടലം. റെറ്റിനയിലുണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എങ്ങനെയായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റെറ്റിനയിലുണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? പ്രത്യേകത എന്ന് പറയുന്നത് യഥാർത്ഥവും അതേപോലെ തന്നെ തലകീഴായതുമാണ് റെറ്റിനയിലുണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. യഥാർത്ഥവും തലകീഴായതുമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കാനുള്ളത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. അതായത് എന്താണ് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളിയാണ് ദൃഢപടലം. നേത്രഗോളത്തിന് ആകൃതിയും ദൃഢയും നൽകുന്ന ബാഹ്യപാളിയും ദൃഢപടലം തന്നെ. ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജക്റ്റൈവ അല്ലെങ്കിൽ നേത്രാവരണം എന്ന് പറയുന്നത്. രക്തപടലം അഥവാ കൊറോയിഡ്, കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ, പോഷണം എന്നിവ നൽകുന്ന കണ്ണിലെ മധ്യപാളിയാണ് രക്തപടലം. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ് രക്തപടലം. അടുത്തതാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന എന്ന് പറയുന്നത്. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ദൃഷ്ടിപടലം. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ആന്തരപാളിയിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതും മക്കളെ എന്ത് തന്നെയാണ്, ദൃഷ്ടിപടലമാണ്. റെറ്റിനയിലുണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥവും തലകീഴായതുമാണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം കൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ദ്രിയാനുഭവത്തിൻ്റെ 80% പ്രദാനം ചെയ്യുന്നത് കണ്ണാണ്. ഇന്ദ്രിയാനുഭവത്തിൻ്റെ 80% പ്രദാനം ചെയ്യുന്നത് കണ്ണാണ്. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും കണ്ണ് തന്നെ. കണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതാണ് മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ഒഫ്താൽമോളജി. പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ കണ്ണിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ഗോളാകൃതി ആയിരിക്കും. കണ്ണിലെ ലെൻസാണ്, ഒത്തിരി തവണ PSC ചോദിച്ചാണ്, മറക്കരുത്, തെറ്റിക്കരുത്, ശ്രദ്ധിക്കുക. കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിലെ ലെൻസ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ബേസ് ലെവൽ ചോദ്യമാണ്. ജീവകം A ആണ്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ 25 സെൻറ്റിമീറ്റർ ആണ്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ് 25 സെൻറ്റിമീറ്റർ. കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയിലെ കുഴികൾ അറിയപ്പെടുന്നതാണ് നേത്രകോടരമെന്ന്. കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ്. നേത്രഗോളത്തിൻ്റെ പാളികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 3 എണ്ണമാണ്. കണ്ണിലെ പാളികൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ്, നമ്മളിപ്പോൾ പഠിച്ചു. ദൃഢപടലം, രക്തപടലം, റെറ്റിന. ദൃഢപടലം അതേപോലെ തന്നെ രക്തപടലം, റെറ്റിന. ദൃഢപടലം അതേപോലെ തന്നെ രക്തപടലം, റെറ്റിന ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് പേരും നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ സ്ക്ലീറ എന്നറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്, ദൃഢപടലം എന്നറിയപ്പെടുന്നത്. ഏറ്റവും പുറമേ ഉള്ളത് രക്തപടലമാണ് കൊറോയിഡ്, അതായത് കണ്ണിലേക്ക് വേണ്ട കലകൾക്ക് ഓക്സിജൻ, പോഷണം എന്നിവ എത്തിക്കുന്ന മധ്യപാളിയാണ്. ഇനി എന്താണ് റെറ്റിന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് റെറ്റിന അഥവാ ദൃഷ്ടിപടലം എന്നറിയപ്പെടുന്നത്. ഇവിടെ യഥാർത്ഥവും തലകീഴായിട്ടുള്ള പ്രതിബിംബവുമാണ് കാണപ്പെടുന്നത് എന്നുകൂടി എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് നോക്കാം. അതായത് ദൃഷ്ടിപടലത്തിൽ കാണപ്പെടുന്ന പാളി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 3 പാളികളാണ്. 3 പാളി നാഡീകോശങ്ങളാണ് ഇതിൽ കാണപ്പെടുന്നത്, ദൃഷ്ടിപടലത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ ദൃഷ്ടിപടലത്തിൽ കാണപ്പെടുന്ന 3 പാളി നാഡീകോശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതാണ് ഗാംഗ്ലിയോൺ കോശങ്ങൾ, ബൈപോളാർ കോശങ്ങൾ, പ്രകാശഗ്രാഹി കോശങ്ങൾ. അപ്പോൾ ദൃഷ്ടിപടലത്തിൽ കാണപ്പെടുന്ന 3 പാളി നാഡീകോശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗാംഗ്ലിയോൺ കോശങ്ങൾ, ബൈപോളാർ കോശങ്ങൾ, പ്രകാശഗ്രാഹി കോശങ്ങൾ എന്നിവയാണെന്നുള്ളത്
ഓർത്തു വയ്ക്കുക. ഇനി പ്രകാശഗ്രാഹി കോശങ്ങൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ചേക്കണ ചോദ്യവുമാണിത്. അതായത് പ്രകാശഗ്രാഹി കോശങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ മക്കളെ, അത് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുമാണ്. പ്രകാശഗ്രാഹി കോശങ്ങളായിട്ട് പറയുന്നത് റോഡ് കോശങ്ങളും അതേപോലെ തന്നെ കോൺ കോശങ്ങളുമാണ്. അപ്പോൾ പ്രകാശഗ്രാഹി കോശങ്ങൾ രണ്ടു തരമാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റോഡ് കോശങ്ങളും അതേപോലെ തന്നെ കോൺ കോശങ്ങളുമാണ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ അറിയപ്പെടുന്നതാണ് റോഡ് കോശങ്ങൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി, റോഡിൽ പോയി കഴിയുമ്പോൾ റോഡിൽ ആകപ്പാട് നമ്മൾ കാണുന്നത് രണ്ട് കളറാണ്, ബ്ലാക്കും വൈറ്റും. അപ്പോൾ എന്താണ്, നിറങ്ങളില്ല. നമുക്കറിയാം, പണ്ടൊക്കെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിലൊക്കെ നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലാക്കും വൈറ്റും എന്താണ്, നിലവിലെ നിറങ്ങളല്ലാത്ത, അതായത് വേറെ നിറങ്ങളൊന്നും അല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിറങ്ങൾ നിലവിലെ റോഡിൽ ഏതൊക്കെയേ ഉള്ളൂ, ബ്ലാക്കും അതേപോലെ തന്നെ വൈറ്റും മാത്രമേ ഉള്ളൂ. അതായത് ഈ പറയുന്ന സീബ്ര ലൈൻ വൈറ്റും അതേപോലെ തന്നെ റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുന്നത് കറുത്ത കളറിലുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നിറങ്ങളൊന്നുമില്ല. അപ്പോൾ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ ചോദിച്ചാൽ അത് റോഡ് കോശങ്ങളാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ് താഴെ പറയുന്നവയിൽ ഏത്, റോഡ് കോശങ്ങൾ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സഹായിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് റോഡ് കോശങ്ങളാണ്. ഓക്കെ അപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് റോഡ് കോശങ്ങളാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ്. ഓക്കെ, അപ്പോൾ പകൽ വെളിച്ചത്തിലാണെങ്കിലോ അത് കോൺ കോശങ്ങളാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മങ്ങിയ വെളിച്ചത്തിൽ റോഡ് കോശങ്ങളാണ്, പകൽ വെളിച്ചത്തിലാണെങ്കിൽ കോൺ കോശങ്ങളുമാണ് കാഴ്ചയ്ക്ക് സഹായകമാകുന്നത്. റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാന്ന് ചോദിച്ചാൽ അത് മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ്, റൊഡോപ്സിൻ ആണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൊഡോപ്സിൻ ആണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്, റൊഡോപ്സിൻ ആണ്. വൈറ്റമിൻ എയിൽ നിന്നും രൂപപ്പെടുന്ന വർണ്ണകമാണ് റൊഡോപ്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ എയിൽ നിന്നും രൂപപ്പെടുന്ന വർണ്ണകത്തെയാണ് ഏതെന്ന് പറയുന്നത്, റൊഡോപ്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ എയിൽ നിന്നും രൂപപ്പെടുന്ന വർണ്ണകമാണ് റൊഡോപ്സിൻ. റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും റൊഡോപ്സിൻ ആണ്. റോഡ് കോശങ്ങളിൽ റൊഡോപ്സിൻ അഥവാ വിഷ്വൽ പർപ്പിൾ എന്ന മാംസ്യം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ റോഡ് കോശങ്ങളിലാണ് എന്തെന്ന് പറയുന്നത്, അതായത് വിഷ്വൽ പർപ്പിൾ എന്ന മാംസ്യം അടങ്ങിയിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കോശങ്ങളിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഏതാണ്, ഈ പറയുന്ന റോഡ് കോശങ്ങളിലാണ് റൊഡോപ്സിൻ എന്ന വിഷ്വൽ പർപ്പിൾ എന്ന മാംസ്യം അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മനുഷ്യ നേത്രത്തിൽ എത്ര തരം കോൺ കോശങ്ങളാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 തരം കോൺ കോശങ്ങളാണ് മനുഷ്യ നേത്രത്തിലുള്ളത്. 3 തരം കോശങ്ങളാണ് ഇവ. ചുവപ്പ് പച്ച നീല പ്രകാശങ്ങളാൽ ഉത്തേജിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ചുവപ്പ് പച്ച നീല പ്രകാശങ്ങളാൽ ഉത്തേജിപ്പിക്കപ്പെടുന്നതാണ് മനുഷ്യ നേത്രത്തിലെ കോൺ കോശങ്ങൾ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ. റൊഡോപ്സിൻ, ഫോട്ടോപ്സിൻ എന്നിവയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്നറിയപ്പെടുന്നത് റെറ്റിനാലും അതേപോലെ തന്നെ ഓപ്സിനുമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ റെഡോപ്സിൻ അതേപോലെ തന്നെ ഫോട്ടോപ്സിൻ എന്നിവയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് എന്തെന്ന് പറയുന്നത്, റെറ്റിനാളും അതേപോലെ തന്നെ ഓപ്സിനുമാണ് റെഡോപ്സിൻ, ഫോട്ടോപ്സിൻ എന്നിവയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഈ കോൺ കോശങ്ങളും അവയിലെ വർണ്ണകങ്ങളും കൂടിക്കലരുന്നതിനനുസരിച്ച് വ്യത്യസ്ത നിറങ്ങളുടെ കാഴ്ച നമുക്ക് സാധ്യമാകുന്നു. നേത്രഗോളത്തിൻ്റെ പിൻഭാഗത്തു നിന്നും നേത്രനാഡികൾ പുറപ്പെടുവിക്കുകയും രക്തക്കുഴലുകളിൽ അത് എത്തിച്ചേരുകയും ചെയ്യുന്നു. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം എവിടെയാണെന്ന് ചോദിച്ചാൽ അതാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട് എന്ന് അറിയപ്പെടുന്നത്. ചോദിച്ചേക്കുന്നതാണ് റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ
അത് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്. ശ്രദ്ധിക്കുക, റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ടാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗവും ഏത് തന്നെയാണ്? പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ടാണ്. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്. നേത്രഗോളത്തിൻ്റെ പിൻഭാഗത്ത് പ്രകാശഗ്രാഹി കോശങ്ങൾ തീരെയില്ലാത്തതിനാൽ ഈ ഭാഗം അറിയപ്പെടുന്നതാണ് ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ അന്ധബിന്ദു. അതായത് കാഴ്ചയില്ലാത്ത കണ്ണിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്? അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേത്രഗോളത്തിൻ്റെ പിൻഭാഗത്ത് പ്രകാശഗ്രാഹികൾ തീരെയില്ലാത്തതിനാൽ ഈ ഭാഗം അറിയപ്പെടുന്നതാണ് അന്ധബിന്ദു അഥവാ ബ്ലൈൻഡ് സ്പോട്ട് എന്ന്. അതായത് കാഴ്ചയില്ലാത്ത കണ്ണിലെ ഭാഗം അറിയപ്പെടുന്നതാണ് ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ അന്ധബിന്ദു എന്ന്. ഓക്കെ, നേത്രഗോളത്തിൻ്റെ പിൻഭാഗത്ത് അന്ധബിന്ദുവിന് തൊട്ടു താഴെയായി സ്ഥിതി ചെയ്യുന്ന മഞ്ഞ നിറമുള്ള ബിന്ദുവാണ് മാകുള ലൂറ്റിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേത്രഗോളത്തിൻ്റെ പിൻഭാഗത്ത് അന്ധബിന്ദുവിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന മഞ്ഞ നിറമുള്ള ബിന്ദുവാണ് മാകുള ലൂറ്റിയ. ഓക്കെ, ഓർത്തു വച്ചോട്ടോ, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നേത്രഗോളത്തിൻ്റെ പിൻഭാഗത്ത് അന്ധബിന്ദുവിനോട് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന മഞ്ഞ നിറമുള്ള ബിന്ദുവാണ് മാകുള ലൂട്ടിയ. ഇതിൻ്റെ മധ്യത്തിലായി കാണപ്പെടുന്ന കുഴിയെ പറയുന്നതാണ് ഫോവിയ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന നേത്രഗോളത്തിൻ്റെ പിൻഭാഗത്ത് അന്ധബിന്ദുവിന് തൊട്ടു താഴെ സ്ഥിതി ചെയ്യുന്ന മഞ്ഞ നിറത്തിലുള്ള ബിന്ദുവാണ് മാകുള ലൂട്ടിയ എന്ന് പറയുന്നത്. ഈ മാകുള ലൂട്ടയുടെ മധ്യത്തിലായി കാണപ്പെടുന്ന ഒരു കുഴിയുണ്ട്, അതിന് പറയുന്നതാണ് ഫോവിയ എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഇവിടെ കോൺകോശങ്ങൾ തിങ്ങി ഞെരുങ്ങിയാണ് സ്ഥിതി ചെയ്യുന്നത്. കോൺകോശങ്ങൾ തിങ്ങി ഞെരുങ്ങിയാണ് ഈ പറയുന്ന ഫോവിയയിൽ കാണപ്പെടുന്നത്. പീതബിന്ദുവിൽ സൂക്ഷ്മവും തെളിയുന്നതുമായ കാഴ്ച സാധ്യമാകുന്നു. അപ്പോൾ പീതബിന്ദുവിൽ സൂക്ഷ്മവും തെളിമയുള്ളതുമായ കാഴ്ച സാധ്യമാകുന്നു. കോൺകോശങ്ങളെല്ലാം ഒരുപോലെ ഉത്തേജിപ്പിക്കപ്പെടുമ്പോഴുള്ള അവസ്ഥയാണ് പൂർണ്ണ വർണ്ണാന്തത അല്ലെങ്കിൽ ആക്രോപ്പിയ എന്ന് പറയുന്നത്. അപ്പോൾ കോൺകോശങ്ങളിലെല്ലാം ഒരുപോലെ ഉത്തേജിപ്പിക്കപ്പെടുമ്പോഴുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പൂർണ്ണ വർണ്ണാന്തത അല്ലെങ്കിൽ ആക്രോപ്പിയ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞത്. അതായത് ഏതൊക്കെ പ്രകാശ കോശങ്ങൾ, അതായത് ഏതൊക്കെയാണ് ദൃഷ്ടിപടലത്തിൽ കാണപ്പെടുന്ന 3 നാഡീകോശങ്ങൾ എന്നുള്ളതെന്ന് പറഞ്ഞു. ഒന്ന് ഗാംഗ്ലിയോൺ കോശങ്ങളാണ്, മറ്റൊന്ന് ബൈപോളാർ കോശങ്ങൾ, അടുത്തത് പ്രകാശഗ്രാഹി കോശങ്ങൾ. ഈ പ്രകാശഗ്രാഹി കോശങ്ങൾ 2 തരമാണെന്നുള്ളത് പറഞ്ഞു. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റോഡ് കോശവും കോൺ കോശവും. ഇതിൽ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളെ നമുക്ക് റോഡ് കോശങ്ങൾ, അതായത് റോഡ് കോശത്തിൽ എന്തില്ല, നിറങ്ങളൊന്നും നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല. നമ്മൾ പറഞ്ഞു, അതായത് റോഡിലൂടെ പോകുമ്പോൾ ആകെ 2 നിറമുള്ളൂ, ബ്ലാക്കും വൈറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, മറ്റ് നിറങ്ങളൊന്നും കഴിവില്ലാത്ത അവസ്ഥയ്ക്ക് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന റോഡ് കോശങ്ങൾ മാത്രമുള്ള അവസ്ഥ. ഓക്കെ, മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നതും റോഡ് കോശങ്ങൾ തന്നെയാണ്. കാരണം എന്താണ്, മങ്ങിയ വെളിച്ചത്തിലാണെങ്കിൽ നമുക്ക് റോട്ടിലൂടെ നമുക്ക് നടന്നു പോകാനായിട്ട് പറ്റും എന്ന് ഓർത്താൽ മതി. പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നതാണെങ്കിൽ കോൺ കോശങ്ങളാണ്. റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് റൊഡോപ്സിൻ എന്ന് പറയുന്നത്. റൊഡോപ്സിൻ വിറ്റാമിൻ എയിൽ നിന്നും രൂപപ്പെടുന്ന വർണ്ണകമാണ് റൊഡോപ്സിൻ. റോഡ് കോശങ്ങളിൽ റൊഡോപ്സിൻ അഥവാ വിഷ്വൽ പർപ്പിൾ എന്ന മാംസ്യം അടങ്ങിയിരിക്കുന്നു. മനുഷ്യനേത്രത്തിൽ എത്ര തരം കോൺ കോശങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 3 തരമാണ്. ചുവപ്പ്, പച്ച, നീല എന്നീ പ്രകാശങ്ങളാൽ ഉത്തേജിപ്പിക്കപ്പെടുന്നു. കോൺ കോശങ്ങളിൽ അടങ്ങിയിട്ടുള്ള വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ എന്ന് പറയുന്നത്. അതേപോലെ റെഡോപ്സിൻ, ഫോട്ടോപ്സിൻ എന്നിവയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് റെറ്റിനാളും അതേപോലെ തന്നെ ഓപ്സിനും. ഈ കോൺ കോശങ്ങളും അവയുടെ വർണ്ണകങ്ങളും കൂടിക്കലർന്നതനുസരിച്ച് വ്യത്യസ്ത നിറങ്ങളുള്ള കാഴ്ച സാധ്യമാകുന്നു. നേത്രഗോളത്തിൻ്റെ പിൻഭാഗത്തു നിന്നും നേത്രനാഡികൾ പുറപ്പെടുകയും രക്തക്കുഴലുകൾ എത്തിച്ചേരുകയും ചെയ്യുന്നു. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്
പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട്. നേത്രഗോളത്തിൻ്റെ പിൻഭാഗത്ത് പ്രകാശഗ്രാഹി കോശങ്ങൾ തീരെയില്ലാത്തതിനാൽ ഈ ഭാഗം അറിയപ്പെടുന്നതാണ് അന്ധബിന്ദു അഥവാ ബ്ലൈൻഡ് സ്പോട്ട്. അതായത് കാഴ്ചയില്ലാത്ത കണ്ണിലെ ഭാഗമാണിത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു എന്താണ് മാക്കുല ലൂട്ടിയ എന്ന് പറഞ്ഞാൽ നേത്രഗോളത്തിൻ്റെ പിൻഭാഗത്ത് അന്ധബിന്ദുവിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന മഞ്ഞ നിറമുള്ള ബിന്ദുവാണ് മാക്കുല ലൂട്ടിയ. മാക്കുല ലൂട്ടിയയുടെ മധ്യത്തിൽ കാണപ്പെടുന്ന കുഴിയാണ് ഫോവിയ എന്ന് പറയുന്നത്. ഇവിടെ കോൺകോശങ്ങൾ തിങ്ങി ഞെരുങ്ങിയാണ് സ്ഥിതി ചെയ്യുന്നത്. പീതബിന്ദുവിൽ സൂക്ഷ്മവും അതേപോലെ തന്നെ എന്താണ് തെളിമയുള്ളതുമായ കാഴ്ച സാധ്യമാകുന്നു. കോൺകോശങ്ങളിലെല്ലാം ഒരുപോലെ ഉത്തേജിപ്പിക്കപ്പെടുമ്പോഴുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പൂർണ്ണ വർണ്ണാന്തത, അതായത് ആക്രോപ്പിയ എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഇനി കണ്ണിലെ മറ്റു ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ എന്ന് പറയുന്നത്. അപ്പോൾ ദൃഢപടലത്തിന് മുൻഭാഗത്ത് സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ഭാഗത്തിന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? യെസ്, കോർണിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എവിടെയാണ് കോർണിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? കോർണിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ദൃഢപടലത്തിന് തൊട്ട് മുന്നിലേക്ക് അല്പം തള്ളി നിൽക്കുന്ന ആ ഒരു ഭാഗം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യെസ്, കോർണിയ, കോർണിയ, കോർണിയ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കണ്ണിലെ കോർണിയ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് കോർണിയ എന്ന് പറയുന്നത്. കണ്ടത് ഇവിടെ, ഇതാണ് കോർണിയ. ഓക്കെ, കോർണിയ. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും എന്ത് ചെയ്യാം, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ദൃഢപടലത്തിന് മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ഭാഗമാണ് കോർണിയ. കണ്ണുമാറ്റൽ ശസ്ത്രക്രിയയിൽ മാറ്റിവയ്ക്കപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോർണിയ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ കണ്ണുമാറ്റൽ ശസ്ത്രക്രിയയിൽ മാറ്റിവയ്ക്കപ്പെടുന്ന ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കോർണിയ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗമാണ് കോർണിയ. കണ്ണിലെ നിറമുള്ള ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത്. അപ്പോൾ കോർണിയയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടലത്തിലെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? യെസ്, ഐറിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഐറിസ് എന്ന് പറയുന്നത് ഏതാണ്? അതായത് ഈ കാണുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഐറിസ് എന്ന് പറയുന്നത്. അപ്പോൾ കോർണിയയുടെ എന്താണ് ഈ കാണുന്ന കോർണിയയുടെ താഴെയായിട്ട് കാണപ്പെടുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐറിസ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് ഇതിൻ്റെ തൊട്ടടുത്ത് നേത്രപടലങ്ങളോട് കൂടിയാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ഇത് കാണപ്പെടുന്നത് എന്നുള്ളത് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ഇനിയും ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു? ഐറിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതായത് കണ്ണിലെ നിറമുള്ള ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത്. കോർണിയയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടലത്തിലെ ഭാഗത്തെ നമുക്ക് ഐറിസ് എന്ന് വിളിക്കാം. ഐറിസ് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ എന്ന് പറയുന്നത്. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് എന്തെന്ന് പറയുന്നത്? കൃഷ്ണമണി അഥവാ പൂപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐറിസിന് മധ്യഭാഗത്തുള്ള സുഷിരമാണ് എന്ത്? കൃഷ്ണമണി എന്ന് അറിയപ്പെടുന്നത്. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് വലുപ്പം ക്രമീകരിക്കപ്പെടുന്ന ഭാഗമാണ് പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം പ്രകാശം എന്താണ് കൂടുതൽ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ പറയുന്ന കൃഷ്ണമണി ചുരുങ്ങുകയും പ്രകാശം കുറവുള്ളപ്പോൾ എന്ത് ചെയ്യും? കൃഷ്ണമണി വികസിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് വലുപ്പം ക്രമീകരിക്കപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് പ്യൂപ്പിൾ അഥവാ എന്തെന്ന് പറയുന്നത്? കൃഷ്ണമണി എന്ന് അറിയപ്പെടുന്നത്. നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളെയാണ് നമ്മൾ സീലിയറി പേശികളെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളെ പറയുന്നതാണ് സീലിയറി പേശികൾ. നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത് നേത്രനാഡിയാണ്. അപ്പോൾ പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത് നേത്രനാഡിയാണ്. കോർണിയയ്ക്കും ലെൻസിനുമിടയിലുള്ള അറയാണ് അക്വസ് അറ എന്ന് പറയുന്നത്. ചോദിച്ച ചോദ്യമാണ്. കോർണിയയ്ക്കും അതേപോലെ തന്നെ ലെൻസിനും ഇടയിലുള്ള അറ അറിയപ്പെടുന്നതാണ് ഏത് പേരിൽ? അക്വസ് അറ എന്ന പേരിൽ. അക്വസ് അറയിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. ഓക്കെ, അപ്പോൾ അക്വസ് അറയിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അക്വസ് ദ്രവമാണ്.
കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവം ഏതാണെന്ന് ചോദിച്ചാൽ അതും അക്വസ് ദ്രവമാണ്. അപ്പോൾ കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവം ഏതാണെന്ന് ചോദിച്ചാൽ അത് അക്വസ് ദ്രവമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായി കാണപ്പെടുന്ന അറയാണ് വിട്രിയസ് അറ. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായി കാണപ്പെടുന്ന അറ ഏതാണെന്ന് ചോദിച്ചാൽ അത് വിട്രിയസ് അറ. വിട്രിയസ് അറയിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം. നേത്രഗോളത്തിൻ്റെ ആകൃതിയിൽ നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിട്രിയസ് അറയിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം വിട്രിയസ് ദ്രവം. നേത്രഗോളത്തിൻ്റെ ആകൃതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ദ്രവമാണ്. ഓക്കെ, അപ്പോൾ നേത്രഗോളത്തിൻ്റെ ആകൃതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ദ്രവം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് വിട്രിയസ് ദ്രവമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. കാഴ്ചയുടെ രസതന്ത്രം. ദൃശ്യപ്രകാശത്തിലെ പ്രകാശകിരണങ്ങൾ കോർണിയ, ലെൻസ് എന്നീ ഭാഗങ്ങളിലൂടെ കടന്ന് റെറ്റിനയിൽ കേന്ദ്രീകരിക്കുമ്പോൾ റോഡ് കോശങ്ങളിലും കോൺ കോശങ്ങളിലും ആവേഗങ്ങൾ ഉണ്ടാകുന്നു. റോഡ് കോശങ്ങളെ പ്രകാശഗ്രാഹികളാക്കി മാറ്റുന്നത് റോഡോപ്സിനാണ്. മനുഷ്യനേത്രത്തിലെ പ്രകാശവർണ്ണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓപ്സിൻ എന്ന മാംസ്യവും റെറ്റിനാൽ എന്ന വൈറ്റമിൻ എയുടെ ആൽഡിഹൈഡും ചേർന്നാണെന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ മനുഷ്യ ശരീരത്തിലെ പ്രകാശവർണ്ണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓപ്സിൻ എന്ന മാംസ്യവും റെറ്റിനാൽ എന്ന വിറ്റമിൻ എയുടെ ആൽഡിഹൈഡും ചേർന്നാണ്. ഓക്കെ, അപ്പോൾ മനുഷ്യ ശരീരത്തിലെ പ്രകാശവർണ്ണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ്? ഓപ്സിൻ എന്ന മാംസ്യവും റെറ്റിനാൽ എന്ന വൈറ്റമിൻ എയുടെ ആൽഡിഹൈഡും ചേർന്നാന്നുള്ളത് ഓർത്തു വയ്ക്കുക. പ്രകാശം പതിക്കുമ്പോൾ റെറ്റിനാൽ ഓപ്സിനുമായി വേർപിരിയുന്നു. തൽഫലമായി ഓപ്സിൻ്റെ ഘടന വ്യത്യാസപ്പെടുന്നു. അങ്ങനെ പ്രകാശഗ്രാഹി കോശങ്ങളിൽ ശേഷി വ്യത്യാസം രൂപപ്പെടുന്നു. ഇത് ഉളവാക്കുന്ന സന്ദേശങ്ങളാണ് ഗാംഗ്ലിയോൺ. കോശങ്ങൾ പ്രവർത്തനശേഷികൾ രൂപപ്പെടാൻ കാരണമാകുന്നു. കോശങ്ങളിൽ പ്രവർത്തനശേഷികൾ, അതായത് ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടാൻ കാരണമാകുന്നു. ഈ പ്രവർത്തനശേഷികൾ അല്ലെങ്കിൽ ആവേഗങ്ങളാണ് നേത്രനാഡി വഴി തലച്ചോറിലെ വിഷ്വൽ കോർട്ടെക്സ് എന്ന കാഴ്ചയുടെ കേന്ദ്രത്തിൽ എത്തുന്നത്. 20-20 എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ വ്യക്തമായ കാഴ്ച, അതായത് നികടബിന്ദു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 20-20 എന്ന ഈ ഒരു പദം അറിയപ്പെട്ടിരിക്കുന്നത്, അതായത് കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഈ ഒരു പദം എന്താണ് നിലവിൽ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമായ കാഴ്ചയാണ്. 20-20 എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത് വ്യക്തമായ കാഴ്ച, അതായത് നികട ബിന്ദുവാണ് 20-20. കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത, അതായത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നറിയപ്പെടുന്നത് 1/16 ആണ്. ഓക്കെ, അപ്പോൾ 1/16 ആണ് കണ്ണിൻ്റെ എന്തെന്ന് പറയുന്നത് വീക്ഷണ സ്ഥിരത, അതായത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നറിയപ്പെടുന്നത് 1/16 ആണ്. കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത് സമഞ്ജനക്ഷമത, അതായത് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കുവാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് സമഞ്ജനക്ഷമത, അതായത് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഒമാറ്റീഡിയ എന്ന ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ കൂടിച്ചേർന്നിരിക്കുന്നത് സംയുക്ത നേത്രത്തിലാണ്, അതായത് കോമ്പൗണ്ടായി. സംയുക്ത നേത്രം കാണപ്പെടുന്നത് ഷഡ്പദങ്ങളിലാണ്. അപ്പോൾ സംയുക്ത നേത്രങ്ങൾ കാണപ്പെടുന്നത് ഏതു ജീവികളിലാണെന്ന് ചോദിച്ചാൽ അത് ഷഡ്പദങ്ങളിലാണ്. അതായത് ഒമാറ്റോഡിയ എന്ന ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ കൂടിച്ചേർന്നിരിക്കുന്നതാണ് സംയുക്ത നേത്രം, അതായത് കോമ്പൗണ്ടായി ഉള്ളത് ആർക്കാണ്? ഷഡ്പദങ്ങൾക്കാണ്. കണ്ണിൻ്റെ പുറം ഭാഗത്ത് കാണുന്ന വെളുത്ത നിറമാണ് സ്ലീറ എന്നറിയപ്പെടുന്നത്. കണ്ണിൻ്റെ ഏറ്റവും പുറത്തു ഭാഗത്തുള്ള കട്ടിയുള്ള സ്ഥലമാണ് സ്ലീറ. നേത്രത്തിൻ്റെ ഉറപ്പ് നൽകുന്ന ഭാഗമാണ് സ്ലീറ. സ്ലീറയുടെ മുൻഭാഗത്ത് കാണപ്പെടുന്ന സുതാര്യമായ ഭാഗമാണ് കോർണിയ എന്ന് അറിയപ്പെടുന്നത്. കണ്ണിൻ്റെ ഉൾഭാഗത്ത് കാണുന്ന നേത്രപടലമാണ് റെറ്റിന. പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്നത് റെറ്റിനയിലാണ്. റെറ്റിനയിൽ കാണുന്ന പ്രകാശഗ്രാഹി കോശങ്ങളായിരുന്നു ഏതൊക്കെ? റോഡ് കോശങ്ങളും അതേപോലെ തന്നെ കോൺ കോശങ്ങളും. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്ന കോശങ്ങൾ റോഡ് കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങൾ കോൺ കോശങ്ങളാണ്.
അതേപോലെ തന്നെ വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. അക്ഷരങ്ങൾ വ്യക്തമല്ലാത്ത രീതിയിൽ കാണുന്ന അവസ്ഥയാണ് അഗസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത് അക്ഷരങ്ങൾ വ്യക്തമല്ലാത്ത രീതിയിൽ കാണുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് അസ്റ്റിഗ്മാറ്റിസം. കാഴ്ചയുമായി ബന്ധപ്പെട്ട നാഡി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒപ്റ്റിക് നാഡിയാണ്. കണ്ണിൻ്റെ ലെൻസിൻ്റെ അതാര്യത ഉണ്ടാകുന്ന രോഗമാണ് തിമിരം അല്ലെങ്കിൽ കാറ്ററാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്, കണ്ണിൻ്റെ ലെൻസിൻ്റെ അതാര്യതയ്ക്കുള്ള കാരണം എന്താണ്? തിമിരമാണ്, കാറ്ററാക്ട്. ഇനി തിമിരം ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ലേസറാണ് യാഗ് ലേസർ. കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയാൻ കാരണമാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. ഓക്കെ, അപ്പോൾ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയാൻ കാരണമാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ കുറയാൻ കാരണമാകുന്ന രോഗം ചോദിച്ചാൽ ഏതാണ്? അത് ഗ്ലോക്കോമയാണെന്നുള്ളത് ഓർക്കുക. കണ്ണിലെ മർദ്ദം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമ ചികിത്സയിൽ ഉപയോഗിക്കുന്ന മരുന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ലാറ്റനോപ്രോസ്റ്റ് ആണ്. ലാറ്റനോപ്രോസ്റ്റ് ആണ് ഗ്ലോക്കോമ ചികിത്സയിൽ ഉപയോഗിക്കുന്ന മരുന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ലാക്ടനോപ്രോസ്റ്റ്. പ്രകാശം കടന്നു പോകാത്ത ഭാഗമാണ് അന്ധബിന്ദു അഥവാ ബ്ലൈൻഡ് സ്പോട്ട്. പ്രകാശ സാന്ദ്രത കൂടുതലുള്ള ഭാഗം ചോദിച്ചാൽ അത് യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദു എന്നാണ് അറിയപ്പെടുന്നത്. കണ്ണിൻ്റെ ലെൻസ് ദ്വിമുഖ ലെൻസ്, അതായത് ബൈകോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, അപ്പോൾ കണ്ണിൻ്റെ ലെൻസ് ദ്വിമുഖ ലെൻസ്, ബൈകോൺവെക്സ് ലെൻസ്. കണ്ണിൻ്റെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം കുറയുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കണ്ണിൻ്റെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. അപ്പോൾ കോൺകേവ് ആണ് ഹ്രസ്വദൃഷ്ടി, അതായത് എന്താണ്? ഈ പറയുന്ന ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ. ഓക്കെ, അപ്പോൾ എന്താണ്? ഷോർട്ട് സൈറ്റ് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസാണ് ഹ്രസ്വദൃഷ്ടി അഥവാ ഷോർട്ട് സൈറ്റ്. കണ്ണിൻ്റെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ദീർഘദൃഷ്ടി അല്ലെങ്കിൽ എന്താണ്? ഹൈപ്പർ മെട്രോഫിയ എന്ന് പറയുന്നത്. ഹൈപ്പർ മെട്രോപ്പിയ ആണ് കണ്ണിൻ്റെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം കൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കോൺവെക്സ് ലെൻസ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. പ്രായമാകുമ്പോൾ ലെൻസിൻ്റെ ഇലാസ്തികത കുറയുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്രസ്ബയോപ്പിയ. ഓക്കെ, അപ്പോൾ പ്രായമാകുമ്പോൾ ലെൻസിൻ്റെ ഇലാസ്തികത കുറയുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്രസ്ബയോപ്പിയ. പ്രസ്ബയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് ബൈഫോക്കൽ ലെൻസ്. അപ്പോൾ പ്രസ്ബയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? യെസ്, ബൈഫോക്കൽ ലെൻസ് ആണ്. പ്രസ്ബയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബൈഫോക്കൽ ലെൻസ് ആണ്. ഏതാണ്? ബൈഫോക്കൽ ലെൻസ്. പ്രായമാകുമ്പോൾ ലെൻസിൻ്റെ ഇലാസ്തികത കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് പ്രസ്ബയോപ്പിയ. ഓക്കെ, ഇനി അടുത്തത് ലാക്രിമൽ ഗ്രന്ഥി. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ, കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ലാക്രിമൽ ഗ്രന്ഥിയാണ്. ലാക്രിമൽ ഗ്രന്ഥി രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ലൈസോസൈം. ഒത്തിരി തവണ ചോദിച്ച മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു PYQ ആണ്. തെറ്റിക്കരുത്, തെറ്റിച്ചാൽ നമ്മൾ വളരെയധികം റാങ്ക് പിന്നിലേക്ക് പോകും. കാരണം ഇതൊരു ബേസ് ലെവലായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള എൻസൈമാണ് ലൈസോസൈം. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ലൈസോസൈം കണ്ടുപിടിച്ചത്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് സിങ്കാണ്. സിങ്കാണ് കണ്ണുനീരിൽ. ശ്രദ്ധിക്കുക, കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സിങ്കാണ്. അപ്പോൾ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ചോദിച്ചാൽ അത് ലൈസോസൈം ആണ്. അത് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ശ്രദ്ധിക്കുക, ലൈസോസൈം കണ്ടുപിടിച്ചത്
അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക്. സിങ്ക് ആണ് കണ്ണിൻ്റെ തിളക്കത്തിനുള്ള കാരണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു തിളക്കത്തിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് സിങ്കാണ്. ജനിച്ച 3 ആഴ്ച പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കണ്ണുനീർ ഉണ്ടാകുന്നത്. ഒരിക്കൽ LGS ചോദിച്ച ചോദ്യമാണ്, ജനിച്ച എത്ര ആഴ്ച പ്രായമുള്ള കുട്ടികൾക്കാണ് കണ്ണുനീരുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ 3 ആഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത്, കണ്ണുനീരുണ്ടാകുന്നത്. അപ്പോൾ ജനിച്ചതിന് ശേഷം 21 ദിവസങ്ങൾക്ക് ശേഷമാണ്, അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്ക് ശേഷമാണ് കുട്ടികളിൽ കണ്ണുനീര് ഉണ്ടാകുന്നത്. നേത്ര ദർശനം, ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നു. ഒരേ വസ്തുവിൻ്റെ 2 ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് ഓരോ കണ്ണിലും പതിക്കുന്നത്. ഈ 2 ദൃശ്യങ്ങളെയും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായി സംയോജിപ്പിക്കുമ്പോഴാണ് വസ്തുവിൻ്റെ ത്രിമാന രൂപം അനുഭവപ്പെടുന്നത്. കണ്ണിൻ്റെ ഈ സവിശേഷതയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ 2 കണ്ണിലൂടെയും കാണുന്നതിനെ അത് സംയോജിപ്പിച്ച് വസ്തുവിൻ്റെ 3 ഡയമെൻഷണൽ രൂപമുണ്ടാക്കുന്ന കണ്ണിൻ്റെ ആ ഒരു സവിശേഷതയ്ക്ക് പറയുന്നതാണ് ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിൻ്റെ 2 ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളെ ഓരോ കണ്ണിലും പതിപ്പിച്ച് അത് ഒറ്റ രൂപമാക്കി മാറ്റുന്ന ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത് ദ്വിനേത്ര ദർശനം. ഇനി നേത്രവൈകല്യ രോഗങ്ങളാണ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പറയുന്നതാണ് വർണ്ണാന്ധത. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പറയുന്നതാണ് വർണ്ണാന്ധത. വർണ്ണാന്ധത ബാധിച്ചയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറമാണ് നീല പ്രാഥമിക വർണ്ണങ്ങളിൽ. ഓക്കെ, അപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് ബാധിച്ചയാൾക്ക്, അതായത് വർണ്ണാന്ധത ബാധിച്ചയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറം ഏതാണെന്ന് ചോദിച്ചാൽ നീല മാത്രമാണ്. വർണ്ണാന്ധത ബാധിച്ച ആൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നീല മാത്രം പ്രാഥമിക വർണ്ണങ്ങളിൽ. ഓക്കെ, ഇനി വർണ്ണാന്ധതയുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറം ഏതാണെന്ന് ചോദിച്ചാൽ ചുവപ്പും പച്ചയുമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന വർണ്ണാന്ധതയുള്ള ആളുകൾക്ക് യൂണിഫോം ജോബുകളിൽ എന്ത് കിട്ടത്തില്ല, നിലവിൽ അവസരം കിട്ടത്തില്ല. ടെസ്റ്റിൽ നമ്മൾ ഫിസിക്കലിൽ എന്ത് ചെയ്യും, അതിൻ്റെ അന്ന് നമ്മൾ റിജക്റ്റ് ആവും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർണ്ണാന്ധതയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചുവപ്പും പച്ചയും എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ തന്നെ നമുക്ക് എന്തായാലും ഇപ്പോൾ CPO ഒക്കെ ആയിട്ട് കയറുന്ന ആളുകൾക്ക് ട്രാഫിക്കിൽ നിൽക്കേണ്ട ആവശ്യകത വരും. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ പറയുന്ന ചുവപ്പും അറിയത്തില്ല, അതേപോലെ തന്നെ പച്ച അറിയത്തില്ലെങ്കിൽ ആകപ്പാടെ കട്ട സീനിലേക്ക് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെയുള്ള ആളുകൾ നിലവിൽ ഈ പറയുന്ന ഫിസിക്കലി ഡിസ്ക്വാളിഫൈഡ് ആവും. ഓക്കെ, അപ്പോൾ വർണ്ണാന്ധത ബാധിച്ച ആൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രാഥമിക വർണ്ണം നമുക്കറിയാം ചുവപ്പ്, പച്ച, നീലയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തിരിച്ചറിയാൻ പറ്റുന്നത് ഒരേ ഒരു കളറ് മാത്രമാണുള്ളൂ, നീല മാത്രമാണ്. വർണ്ണാന്ധതയുള്ള ആൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് നീല മാത്രം. ചുവപ്പും പച്ചയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇനി ഡാൾട്ടനിസം എന്നറിയപ്പെടുന്നത് വർണ്ണാന്ധത നിർണ്ണയിക്കാനുള്ള പരിശോധനയ്ക്ക് പറയുന്ന പേരാണ് ഇഷിഹാര ടെസ്റ്റ്. അപ്പോൾ ഇഷിഹാര ടെസ്റ്റ് താഴെ പറയുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്, വർണ്ണാന്ധതയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥയാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നു. അപ്പോൾ രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്. പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് തിമിരം അല്ലെങ്കിൽ കാട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമൂലമുണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ കണ്ണിൻ്റെ സുതാര്യത നഷ്ടമാകുന്നു, അതിനെയാണ് തിമിരം അല്ലെങ്കിൽ കാട്രാക്ട് എന്ന് പറയുന്നത്. തിമിരം വന്നവർക്ക് മാറ്റിവയ്ക്കപ്പെടുന്ന ഭാഗമാണ് ലെൻസ്. കോർണിയ മാറ്റൽ ശാസ്ത്രജ്ഞയ്ക്ക് പറയുന്ന പേരാണ് കെരാറ്റോപ്ലാസ്റ്റി. ഓക്കെ, അപ്പോൾ കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ കണ്ണിലെ കോർണിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് കെരാറ്റോപ്ലാസ്റ്റി. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പോൾ നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പോൾ ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി കാണപ്പെടുന്ന വൈകല്യത്തിന് പറയുന്നതാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്.
നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗമാണ് ഗ്ലോക്കോമ. അപ്പോൾ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗമാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഇനിയും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വരുന്ന എക്സാമുകളിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ്? നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗമാണ് ഗ്ലോക്കോമ. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥയാണ്. അതായത് കണ്ണുനീരില്ലാതെ കണ്ണ് വരളുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടമൂലമുണ്ടാകുന്ന കാഴ്ച വൈകല്യമാണ് പ്രസ്ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത് എന്നാണ് കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന കാഴ്ച വൈകല്യമാണ് പ്രസ്ബയോപ്പിയ. ഇനി നമ്മൾ പറഞ്ഞു രണ്ട് കണ്ണുകളിലും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് കോങ്കൺ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കണ്ണും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പറയുന്നതാണ് കോങ്കണ്ണ്. അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്ന രോഗമാണ് ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജക്റ്റിവിറ്റീസ് എന്ന് പറയുന്നത്. ചെങ്കണ്ണ് അപ്പോൾ ഓർത്തു വെച്ചോ. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയുമുള്ള ഒരു വ്യക്തിയുടെ ഉപയോഗിക്കേണ്ട ലെൻസാണ് ബൈഫോക്കൽ ലെൻസ്. അപ്പോൾ ഹ്രസ്വദൃഷ്ടിയും അതേപോലെ തന്നെ ദീർഘദൃഷ്ടിയും, അതായത് ഷോർട്ട് സൈറ്റും അതേപോലെ തന്നെ ലോങ് സൈറ്റുമുള്ള ആളുകൾ ഉപയോഗിക്കേണ്ട ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബൈഫോക്കൽ ലെൻസാണെന്നുള്ളത് ഓർക്കുക. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയ്ക്കാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ. മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് അവതല ലെൻസ് അല്ലെങ്കിൽ കോൺകേവ് ലെൻസ്. ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം, കാരണം രണ്ട് രീതിയിലും ചോദ്യങ്ങൾ PSC ചോദിക്കും. അപ്പോൾ മയോപ്പിയ അതായത് എന്താണ്? ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്, അവതല ലെൻസ്. കോൺകേവ് ലെൻസ് അതർവൈസ് നോൺ എസ് അവതല ലെൻസ്. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്നു. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് അഥവാ ഉത്തല ലെൻസ്. അപ്പോൾ ഉത്തല ലെൻസും ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ എന്താണ്? അവതല ലെൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോൺകേവിനെ അവതല ലെൻസ് എന്നാണ് പറയുന്നത്. കോൺകേവ് അവതല ലെൻസ്, കോൺകേവ് അവതല ലെൻസ്. കോൺവെക്സ് ലെൻസ് ആണ് ഉത്തല ലെൻസ്, ഉത്തല ലെൻസ് കോൺവെക്സ്. ഓക്കെ. ഹ്രസ്വദൃഷ്ടി ഉള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുന്നിലാണ്. പ്രസ്താവന രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹ്രസ്വദൃഷ്ടി ഉള്ളവരിൽ, അതായത് ഷോർട്ട് സൈറ്റ് ഉള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയുടെ മുന്നിലായിരിക്കും. റെറ്റിനയുടെ മുന്നിൽ ഹ്രസ്വദൃഷ്ടി മുന്നിൽ. അപ്പോൾ ഷോർട്ട് സൈറ്റ് റെറ്റിനയ്ക്ക് മുന്നിലാണ് ഷോർട്ട് സൈറ്റ്. ലോങ് സൈറ്റ് ആണെങ്കിൽ റെറ്റിനയ്ക്ക് പിന്നിലാണ്. ഓക്കെ. അപ്പോൾ ലോങ് സൈറ്റ് എന്ന് പറയുമ്പോൾ റെറ്റിനയ്ക്ക് പിന്നിൽ, ലോങ് പിറകിലാണ്. അതേപോലെ തന്നെ ഷോർട്ട് എപ്പോഴും എന്തായിരിക്കും? മുന്നിലാണെന്ന് ഓർത്താൽ മതി. ഓക്കെ. അപ്പോൾ ഷോർട്ട് മുന്നിൽ, ലോങ് പിന്നിൽ. നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം. അസ്റ്റിഗ്മാറ്റിസം അല്ലെങ്കിൽ വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് സിലിണ്ട്രിക്കൽ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അസ്റ്റിഗ്മാറ്റിസം അല്ലെങ്കിൽ വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് സിലിണ്ട്രിക്കൽ ലെൻസ്. എന്താണ് മുതലക്കണ്ണീർ രോഗം എന്ന് പറയുന്നത്? അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ അധികമായി കണ്ണീരുണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് മുതലക്കണ്ണീർ രോഗം എന്ന് പറയുന്നു. ബെൽസ് പോൾസി രോഗത്തിൽ നിന്നും മുക്തരാകുന്നവരിലാണ് പ്രധാനമായും ഈ രോഗലക്ഷണം കാണപ്പെടുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അധികമായി കണ്ണീരുണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് മുതലക്കണ്ണീർ രോഗം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ബെൽസ് പോൾസി രോഗത്തിൽ നിന്നുമാണ് മുക്തരാകുന്നവരിലാണ് പ്രധാനമായും ഈ രോഗലക്ഷണം കാണപ്പെടുന്നത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ മുതലക്കണ്ണീർ രോഗം. അപ്പോൾ ഇത്രയാണ് നമുക്ക് കണ്ണുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC എക്സാമുകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ PYQs ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് എന്താണ് ഹ്രസ്വദൃഷ്ടി, എന്താണ് ദീർഘദൃഷ്ടി, ദീർഘദൃഷ്ടിക്ക് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്, ഹ്രസ്വദൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്, ഏതാണ് അവതല ലെൻസ്, ഏതാണ് ഉത്തല ലെൻസ്, എന്താണ് ഹൈപ്പർ മെട്രോപ്പിയ, എന്താണ് അതേപോലെ തന്നെ റെറ്റിനയ്ക്ക് മുന്നിൽ വരുന്നത് ഏത് ഷോർട്ട് സൈറ്റിലാണോ ലോങ് സൈറ്റിലാണോ എന്നുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ് ബൈഫോക്കൽ ലെൻസ്, എവിടെയാണത് ഉപയോഗിക്കുന്നത്,
അതേപോലെ തന്നെ ചെങ്കണ്ണ്, അതേപോലെ കോങ്കണ്ണ്, അങ്ങനെയുള്ള വെള്ളെഴുത്ത്, ഗ്ലൈക്കോമ, അതേപോലെ തന്നെ നമ്മുടെ തിമിരം, വർണ്ണാന്തത നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പരിശോധന, അതേപോലെ തന്നെ എന്താണ് തിമിരം വന്നവർക്ക് മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ഏതാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നിലവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് മൊത്തമായി കണ്ടതിന് ശേഷം നേരെ ടെലഗ്രാമിൽ പോയി PDF എടുത്ത് വായിച്ചോ. അതിനുശേഷം കൃത്യം 9 മണിക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടാവും, അതിൽ കൂടി അറ്റൻഡ് ചെയ്യുക. അതോടുകൂടി ഈ ഒരു ടോപ്പിക്ക് പക്ക ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് സെറ്റായിരിക്കും. പിന്നെ നമ്മൾ ഓരോ ടോപ്പിക്ക് എടുക്കുമ്പോഴും ആ ടോപ്പിക്കെല്ലാം മറ്റ് നമ്മുടെ ക്ലാസ്സുകളുടെ കണ്ടിന്യൂഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ മൊത്തമായി കണ്ട് തീർത്തിട്ട് വേണം നിങ്ങൾക്ക് PDF വായിക്കാനായിട്ട്. അതിനുശേഷം എല്ലാ ദിവസവും നടത്തുന്ന ക്വസ്റ്റ്യൻ ബോർഡിൽ കൂടി അറ്റൻഡ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.